ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഷോപ്പിലേക്കൊക്കെ കേക്ക് അറേഞ്ച് ചെയ്യുന്നതും അതേപോലെ ഇതെങ്ങനെ കൊണ്ടുപോകുന്നതും സെറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് ഡിസൈൻ കേക്ക്സും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഒന്ന് കാണണം, മാക്സിമം ഷെയർ ചെയ്യണം, എനിക്ക് ഒരുപാട് സപ്പോർട്ട് തരണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മൾ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ ഫ്രിഡ്ജ് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. ഒരു 3 ഫ്രിഡ്ജ് നമുക്കുണ്ട്. അങ്ങനെ ആദ്യത്തെ ഫ്രിഡ്ജ് നമ്മൾ ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ അമ്മയാണ് കേട്ടോ, ചേട്ടൻ്റെ അമ്മയാണ്. അപ്പോൾ ക്ലീനിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ അമ്മയാണ് കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഫ്രിഡ്ജും ഒന്ന് ക്ലീൻ ചെയ്യും. മിക്കവാറും ഒരു 1 വീക്ക് ആ ഒരു ടൈമിൽ ക്ലീൻ ചെയ്ത് മാറ്റും കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ അഴുക്കുകളോ കാര്യങ്ങളോ ഒന്നും അല്ല, ക്രീമൊക്കെ അവിടെ ഇവിടെയൊക്കെ പറ്റുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാനുള്ള എല്ലാ കേക്ക്സും ഷോപ്പിലേക്കുള്ള കേക്ക്സും എല്ലാം നമ്മൾ ആദ്യം ബേക്ക് ചെയ്തതിന് ശേഷം കൂൾ ചെയ്യാനായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം പിന്നെ ഓരോ ഫ്ലേവേഴ്സ് നമ്മൾ ഒരേപോലെയുള്ള ഫ്ലേവേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ തുടങ്ങുവാണ്. അങ്ങനെ യോയോ ഒക്കെ അടിച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. വെറുതെ ആകട്ടോ, രാവിലെ നമ്മൾ തുടങ്ങിയാൽ നൈറ്റൊക്കെ ആകുമ്പോഴും ഇതിൻ്റെ പല കാര്യങ്ങളും തീരാതെയൊക്കെ നിൽക്കും. അപ്പോൾ ഷോപ്പിലേക്കുള്ളതും നമ്മളുടെ കസ്റ്റമറുടെ കേക്കും കൂടെ ഒക്കെ ഒരുമിച്ച് എടുക്കുമ്പോഴത്തേക്കും നല്ലൊരു ടൈം കൺസ്യൂമിങ് ആണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കഴിക്കാനൊക്കെ ആയിരിക്കും കുറച്ച് ബ്രേക്ക് എടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അല്ലാതെ നമുക്ക് ടൈം കിട്ടാറേ ഇല്ല കേട്ടോ. അങ്ങനെ ഒരു ഷെഡ്യൂളിലാണ് ചില ദിവസങ്ങളിൽ പോകുന്നത്. നമ്മളെ ഷോപ്പ് ഇനാഗ്രേഷൻ്റെ വീഡിയോ കണ്ടിട്ടേ ഒരുപാട് ബേക്കേഴ്സ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണ എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഒരുപാട് പേര്, അല്ലെങ്കിൽ ഒരു 3-4 പേര് ഷോപ്പ് ഇടുകയും ചെയ്തു കേട്ടോ. എനിക്കതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു ഇൻസ്പിറേഷൻ നമ്മൾ കാരണം ഒരു ഇൻസ്പിറേഷൻ ആവുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അതിൽ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ നമ്മൾ ഇത്രയധികം കേസ് ഷോപ്പിൽ വെക്കുമ്പോൾ, അതായത് നമ്മളെ ഷോപ്പിൽ ആ ഒരു കൂളറിൻ്റെ അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ആ ഒരു ഫോട്ടോ ഇടുമ്പോഴോ വീഡിയോ ഇടുമ്പോഴായിരിക്കും മിക്കവാറും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഇത്രയധികം വെക്കുമ്പോഴത്തേക്കും സെയിലാവുമോ, അതായത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വൈറ്റും ബ്ലാക്കും ഒക്കെ എപ്പോഴും സെയിലാവുന്ന കുറച്ച് ഫ്ലേവേഴ്സാണ്. മിക്കവാറും ആൾക്കാർ വൈറ്റും ബ്ലാക്കും ഒക്കെയാണ്. പിന്നെ നമ്മൾ മാംഗോ, പിസ്ത അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അതൊക്കെ ഓരോ ഫ്ലേവേഴ്സ്, അതായത് 1 കിലോ വെച്ചിട്ട് നമ്മൾ ഷോപ്പിൽ വെക്കും. അതെന്തായാലും ഒരു കസ്റ്റമർ എന്തെങ്കിലും വെറൈറ്റി നോക്കാൻ വരുന്ന ഒരു കസ്റ്റമർ അത് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അതേപോലെ അതിൻ്റെ ഹാഫ് KGs ഒക്കെ ഒരു 4 ഹാഫ് KG, ബാക്കിയെല്ലാം ഒരു 1 KG വെച്ചിട്ടായിരിക്കും എപ്പോഴും. അതാണ് ഈ ഫ്രിഡ്ജ് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത്. പല ഫ്ലേവേഴ്സ് ആകുമ്പോഴത്തേക്കും ഫ്രിഡ്ജിനകത്ത് മിക്കവാറും ഒക്കെ കേക്ക്സ് കാണും. അപ്പോൾ അതൊക്കെ ഒരു 1-2 ദിവസത്തിനുള്ളിൽ ഉറപ്പായിട്ടും പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു രീതി മാത്രമേ അടുത്ത ഫില്ല് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിനുശേഷം താണ്ട നമ്മളുടെ കുറേ കേക്ക്സൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് ഒരേ ഫ്ലേവേഴ്സൊക്കെ ഉള്ളത് എടുത്ത് വെക്കുവാണ് കേട്ടോ. അപ്പം വൈറ്റ് ഫോറസ്റ്റ് ആണ്. വൈറ്റ് ഫോറസ്റ്റിന് ഡ്രിപ്പിംഗ് ആണ് എപ്പോഴും കൊടുക്കുന്നത് ഞാൻ കേട്ടോ. പിന്നെ ചിലവർക്ക് ഇങ്ങനെ ചോക്ലേറ്റ് പൊത്തിയും കൂടെ ഒക്കെ വേണം, അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ചിലവരൊക്കെ ചോദിക്കും, ഇങ്ങനെ മിക്കവാറും കസ്റ്റമേഴ്സ് ഇങ്ങനെ വന്നിട്ട് ഈ ഡ്രിപ്പിംഗ് കാണുമ്പോൾ ചോദിക്കും, വൈറ്റ് ഫോറസ്റ്റ് എന്താ ഇങ്ങനെ മറ്റേ കണക്കല്ലേന്ന് ചോദിക്കും കേട്ടോ. നമ്മളെ ഫ്രിഡ്ജിൽ ഈ ഒരു സൈഡിൽ ഗ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ പൊത്തി വെക്കുമല്ലോ. അപ്പോൾ ഈ ബ്ലാക്കും വൈറ്റും ഒക്കെ വെക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ മെയിനായിട്ട് ബ്ലാക്ക് ഫോറസ്റ്റ് വെക്കുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ എന്താണ് ആ ഒരു ചോക്ലേറ്റ് പൊത്തി വെക്കുമ്പോഴത്തേക്കും ചില ചോക്ലേറ്റ് ഒക്കെ ഇങ്ങനെ താഴോട്ടോ എവിടെയെങ്കിലും ഒക്കെ പറഞ്ഞ് എപ്പോഴെങ്കിലും വീഴുമല്ലോ വേറെ കേക്ക്സിലോട്ട് ഈ ഒരു ബ്ലാക്ക് ഒന്ന് വീഴുമ്പം ചിലർ വിചാരിക്കും അത് അഴുക്കോ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ആയിരിക്കുന്നു. പിന്നെ നമ്മളതെടുത്ത് മാറ്റാൻ നിൽക്കണം. ട്രിപ്പിംഗ് ആകുമ്പോൾ പിന്നെ ആ ഒരു കാര്യമോ ഒന്നും ഇല്ല. നമ്മളെ ഫ്രിഡ്ജ് എപ്പോഴും ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും. ആ ഒരു കാര്യം കൊണ്ടാണ് എപ്പോഴും ഡ്രിപ്പ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ എപ്പോഴും ഗ്രേറ്റ് ചെയ്യാനുള്ള ടൈമും കിട്ടാറില്ല. ട്രിപ്പിംഗ് ആകുമ്പോൾ എപ്പോഴും ഗനാഷ് അവൈലബിൾ ആയിരിക്കും. അങ്ങനെ നമ്മൾ കുറച്ച് കേക്ക്സിൻ്റെ ആ ഒരു വർക്ക് ചെയ്യുക കേട്ടോ. മിക്കവാറും ഒക്കെ ഫ്ലവർ ഡിസൈൻസ് ആയിരിക്കും. അപ്പോൾ ഇതൊരു 1.5 കിലോ കേക്കാണ് എനിക്ക് ഓർഡർ തന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മളൊന്ന് ചെയ്ത് മാറ്റി. അതിനുശേഷം പിന്നെ അടുത്തടുത്ത കേക്ക്സ് എടുക്കുവാണ് കേട്ടോ. 1-2 കേക്ക്സിന് ഒരേ കളേഴ്സ് കൊടുക്കുമ്പോഴത്തേക്കും ഞാൻ അടുത്ത കേക്ക്സിന് വേറെ കളേഴ്സ് കൊടുക്കും കേട്ടോ. എല്ലാം കൂടെ ഒരേ കളർ ആകുമ്പോഴത്തേക്കും ഒരു സുഖം കാണത്തില്ല. അപ്പോൾ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആയിരിക്കും എപ്പോഴും നമ്മൾ വെക്കുന്നത് കേട്ടോ. എപ്പോഴും ഫ്ലവർ ഡിസൈൻ ഉള്ള കേക്ക്സ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം പോകുന്ന കുറച്ച് ടിപ്സൊക്കെയാണ് കേട്ടോ എനിക്ക് ഈ കട തുടങ്ങിയതിന് ശേഷം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. കുറേയൊക്കെ ഫ്ലവർ ഡിസൈൻ വരച്ച് വെക്കുകയാണെങ്കിൽ കുറേയൊക്കെ പോകും. എങ്കിൽ നമ്മൾ ഇച്ചിരി പ്ലെയിൻ ആയിട്ട് ഇച്ചിരി എലഗൻ്റ് ആയിട്ടൊക്കെ ചെയ്താൽ അത് അത്ര അങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് മാത്രമേ ചിലപ്പോൾ ഇഷ്ടപ്പെടാറുള്ളൂ എന്ന് തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും സ്ലോയിലാണ് കേട്ടോ. മിക്കവാറും ഒക്കെ സ്പീഡിൽ കാണിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തീരുമല്ലോ. ഈ ഒരു സ്ലോ മോഷനിലാണ് ചെയ്തു പോകുന്നത് കേട്ടോ. ഇത്ര ഒരു സ്പീഡാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ എടുത്ത് വാരിയിട്ട് ചെയ്തതിനെക്കാട്ടി വൃത്തിയായിട്ട് ചെയ്യുമ്പോഴാണല്ലോ അതിനൊരു ഭംഗി. അപ്പോൾ നമ്മൾ രാവിലെ തുടങ്ങുന്ന വർക്കാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്ന ടൈം ആകുമ്പോഴത്തേക്കും രാത്രി ഒരു 7 മണി 8 മണി ആ ടൈമാവും. ആ ലൈറ്റൊക്കെ പോയണ്ടില്ലേ. അപ്പോൾ നമ്മൾ ട്യൂബിൻ്റെ വെട്ടത്തിലാണ് പിന്നെ ബാക്കി ചെയ്യുന്നത്.
അങ്ങനെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഓൾ സെറ്റാണ്. ഇനി നമ്മൾ ഷോപ്പിലേക്ക് ഒന്ന് കൊണ്ടുവച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം വൈറ്റും ബ്ലാക്കും മാത്രമാണ് ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ അതിനുശേഷം നമുക്കൊരു ഫ്രൂട്ട് കേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും ഡിസൈൻ വീഡിയോ ഒന്നും പലതും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഫ്രൂട്ട് കേക്കിൽ മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. അതിൽ ഈ ഒരു മുന്തിരി ഉണ്ടല്ലോ, ഏത് മുന്തിരിയാണോ യൂസ് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും മാക്സിമം ഒരു 10 വെള്ളത്തിൽ കഴുകുമെങ്കിൽ അത്രയും രീതിയിൽ കഴുകണം കേട്ടോ. ഞാൻ ചൂടുവെള്ളത്തിലും ഉപ്പുവെള്ളത്തിലും അല്ലാതെ ഒക്കെ കഴുകിയിട്ടാണ് കേട്ടോ ഒരു കേക്കിനകത്ത് ഫില്ല് ചെയ്യുന്നത്. ആ ഒരു കാര്യം മാത്രം എപ്പോഴും ഫ്രൂട്ട് കേക്കിൽ ശ്രദ്ധിക്കണം. പിന്നെ അതിനുശേഷം നമ്മളത് റെഡ് വെൽവെറ്റ് കാര്യങ്ങൾ വേറെ ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് അറേഞ്ച് ചെയ്തിട്ട് എനിക്ക് ട്രെയിലൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ കാറിലാണ് കേട്ടോ നമ്മളെ ഷോപ്പിൽ കൊണ്ടുവെക്കുന്നത്. അപ്പോൾ അതിനുശേഷം വന്ന നമ്മളുടെ ഒരു ഡബിഡിലേറ്റ് സിഗ്നേച്ചർ കേക്കാണ് കേട്ടോ ഇത്. ഇതിനകത്ത് ഫുൾ ഫോണ്ടൻ്റ് ആണ്, എല്ലാം എഡിബിളായിട്ട് ഹാൻഡ് മെയ്ഡ് ആയിട്ട് നമ്മൾ ചെയ്ത വർക്കാണ് കേട്ടോ. ഇത് സിഗ്നേച്ചർ കേക്ക് ആയിട്ട് തന്നെ 4 ഫ്ലേവേർഡ് കേക്കാണ് ഇൻസൈഡ്. അതേപോലെ 4 ഫില്ലിങ്സും 4 ക്രീമും 4 തരത്തിലുള്ള ക്രീമുമാണ് കേട്ടോ. അപ്പം നമ്മൾ സിഗ്നേച്ചർ കേക്ക് എപ്പോഴും ഭയങ്കരമായിട്ട് സ്പെഷ്യലായിരിക്കും. അപ്പോൾ അതിപ്പോൾ കുറച്ചധികം കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ഫേവറേറ്റ് കസ്റ്റമറാണ് പുള്ളിക്കാരി. എപ്പോഴും എനിക്ക് തന്നെയാണ് കേട്ടോ തരുന്നത്. അപ്പോൾ അതിനകത്ത് എപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസാണ് കേട്ടോ എനിക്ക് തരുന്നത്. അപ്പോൾ ആ ഒരു കേക്ക് എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും വെറൈറ്റി ആയിട്ട് ഡിസൈൻസ് വന്നിട്ട് ഇഷ്ടമുള്ള ഒരു 3 ഫോട്ടോ കാണിച്ചിട്ട് ഇഷ്ടമുള്ള ഡിസൈന് അതിനകത്തെല്ലാം കൊളാബറേറ്റ് ചെയ്തൊക്കെ ചെയ്തോളാൻ പറയും കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വർക്ക് ചെയ്യാൻ. അപ്പം പുള്ളിക്കാരിയുടെ മോന് വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഇത് എനിക്ക് കുറേ മാക്ഡൊണാൾഡ്സും അല്ലാതെ കുറച്ച് സാധനങ്ങൾ, ആഹാര സാധനങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് ഒന്ന് ചെയ്യാൻ പറഞ്ഞ കേക്കാണ്. അത് നമ്മളതൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കംപ്ലീറ്റ് ലുക്ക് ഇതാണ് കേട്ടോ. ഫൈനൽ ലുക്ക് ഇതേപോലെ ആയിരുന്നു. അങ്ങനെ അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളൊരു കേക്കായിരുന്നു യൂണിക്കോൺ തീം. അതും ഇതേപോലെ ഹാൻഡ് മെയ്ഡ് ഫുള്ളി എഡിബിളാണ്. അപ്പോൾ എനിക്ക് ഈ ചില കേക്ക്സ് എടുക്കുമ്പോൾ ഇതേപോലെ വിണ്ട് കയറിയിട്ട് വരും കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യാനുള്ള ടൈമില്ല. അവിടെ മാത്രം ജസ്റ്റ് ക്രീം തേച്ചിട്ട് ഒന്ന് സ്വൈപ്പ് ചെയ്ത് വിടാനുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്കാണെങ്കിൽ ഇവിടെ എന്തായാലും ഒരു ഫിഗർ വെക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് സ്വൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ യൂണിക്കോൺ ഹെഡ് പോർഷൻ ചെയ്യാനായിരുന്നു കേട്ടോ. ഒരു റെയിൻബോ ഒക്കെ വെച്ചിട്ടായിരുന്നു ചെയ്യാൻ. അങ്ങനെ ഹെഡ് പോർഷൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതെല്ലാം ഫുള്ളി എഡിബിളാണ്, കഴിക്കാവുന്നതാണ്. അതും ഹാൻഡ് മെയ്ഡ്. നമ്മൾ ഇരുന്ന് വരച്ച് ഇതേപോലെ ഓരോ ഹെയർസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഇച്ചിരി പണിപ്പാടാണ്. ഫോണ്ടൻ്റ് വർക്ക് എല്ലാം നല്ല പണിയാണ്. ഒരുപാട് സമയം എടുക്കും. കുറേ നേരം നമ്മൾ ഇരിക്കണം കേട്ടോ. അടുത്തെന്ന് പറയുന്നത് നമ്മൾ ഷോപ്പിലേക്ക് വെക്കാനുള്ള പീസ് കേക്കാണ് കേട്ടോ. പീസ് കേക്കിൻ്റെ വീഡിയോ ഒക്കെ ഇടുമെന്ന് ചോദിച്ചായിരുന്നു. നോർമലി ഇതേപോലെയുള്ള 2 kg വെയിറ്റ് വരുന്ന 10 ഇഞ്ചിലെ ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ വൈറ്റോ ബ്ലാക്കോ ഒക്കെ ആയിരിക്കും വെക്കുന്നത്. ഇത് വൈറ്റ് ഫോറസ്റ്റ് ആണ് കേട്ടോ. ഇത്രയും പീസസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് മിക്കവാറുമൊക്കെ വൈറ്റും ബ്ലാക്കും ഒക്കെ എപ്പോഴും സെയിലാവുന്നതാണ്. നമ്മൾ ആ ഒരു ഫ്ലേവർ ആയിരിക്കും എപ്പോഴും വെക്കുന്നത് കേട്ടോ. അടുത്തെന്ന് പറയുന്നത് വെറും ഒരു പ്ലെയിൻ കേക്കാണ്. പ്ലെയിൻ വാനില കേക്കില്ലേ, വിത്തൗട്ട് ക്രീം. കുറേ പേർക്ക് പ്ലെയിൻ വാനില വിത്തൗട്ട് ക്രീം വേണം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ഫ്ലഫി ആയിട്ടുള്ള നമ്മളുടെ ഒരു പ്ലെയിൻ വാനില കേക്കാണ് കേട്ടോ. അപ്പോൾ ക്രീമില്ലാത്ത കേക്കാണ്. അപ്പോൾ അങ്ങനെ അതും ഒന്ന് വലുതാക്കി സെറ്റ് ചെയ്തേക്കുവാണ് കേട്ടോ. 3 kg തന്നെ നമ്മളുടെ 5 kg റെക്റ്റാങ്കിൾ ടിന്നുണ്ടല്ലോ, അതിനകത്താണ് കേട്ടോ നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇച്ചിരി കുറേ പീസസ് കിട്ടുമല്ലോ. അപ്പോൾ അതേപോലെയാണ് ചെയ്തേക്കുന്നത്. 3 kg ആണ് കേട്ടോ ഈ കേക്കിൻ്റെ വെയിറ്റ് വരുന്നത്. കുറേ പേര് നമ്മളുടെ ഈ റെക്റ്റാങ്കിൾ ടിന്നിൻ്റെ സൈസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് പറയുന്നത് 16x12 ആണ് കേട്ടോ എൻ്റെ സൈസ്. ഇതേപോലുള്ള ക്രീമില്ലാത്ത കേക്കാണെങ്കിൽ നമ്മൾ തലേന്ന് നൈറ്റ് ഒന്നും ബേക്ക് ചെയ്ത് വെക്കത്തില്ല കേട്ടോ. രാവിലെ എണീറ്റ് ഫ്രഷ് ആയിട്ട് ബേക്ക് ചെയ്താൽ കൊടുക്കത്തേ ഉള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു കേക്കിനകത്ത് പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏറ്റവും കൂടി ഇപ്പോൾ ഒരു 3 ദിവസം മാക്സിമം നമുക്ക് അതിനുള്ളിൽ വെച്ചിട്ട് നമുക്ക് കൺസ്യൂം ചെയ്യണം കേട്ടോ. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം രാവിലെ ആയിരിക്കും ഇതെല്ലാം ചെയ്ത് പാക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കേക്കും കൂടെ അന്നത്തെ ദിവസം ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് നമ്മളുടെ ഫസ്റ്റ് ഹോളി കമ്മിൻ്റെ കേക്കായിരുന്നു. അത് സിമ്പിൾ കേക്കാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്താൽ മതി. ഒരു ഹൈറ്റ് എടുക്കണം എന്നേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഹൈറ്റ് എടുക്കുന്ന നമ്മളുടെ എത്ര ഇഞ്ച് പാനലാണെന്ന് വെച്ചാൽ 5 ഇഞ്ച് പാനലാണ്. ചിലത് 4 ഇഞ്ച് പാനലും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇച്ചിരി കൂടെ നല്ല ഹൈറ്റാണ്. അപ്പോൾ ഹൈറ്റ് ചാർജസ് ഡിഫറൻസ് വരും കേട്ടോ. ഹൈറ്റ് എടുക്കുന്ന കേക്കിന് എപ്പോഴും നമ്മൾ ഹൈറ്റ് ചാർജ് ഇടും. അതായത് 1 kg ഒക്കെ ആണെങ്കിൽ 100 to 150 ഒക്കെയാണ് നമ്മൾ ഹൈറ്റ് അനുസരിച്ച് നമ്മൾ ചാർജസ് ഇടുന്നത്. അപ്പോൾ ഹൈറ്റ് ചാർജ് മസ്റ്റായിട്ടും വേണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ 2 ലെയർ ഫില്ലിങ്സ് ആണ് വരുന്നത്. ഹൈറ്റ് ചാർജ് വരുമ്പോഴത്തേക്ക് 5 to 6 ലെയർ ഫില്ലിങ്സ് ആണ് കേട്ടോ വരുന്നത്. അതേപോലെ ഹൈറ്റ് എടുക്കാനും കുറച്ച് പാടാണ്. അതേപോലെ ഫിനിഷിങ്
തുടങ്ങിയ കാര്യങ്ങൾ, ഡെക്കറേഷൻ ഇതെല്ലാം ചേർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഹൈറ്റ് ചാർജ് ഞാനൊരു 100, 150 അങ്ങനെയാണ് ഇടുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ച് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫൈനൽ ലുക്ക് ഇതേപോലെ ആയിരുന്നേ. അങ്ങനെ നമ്മൾ ചെയ്ത് വെച്ച കേക്കൊക്കെ കൊണ്ട് സെറ്റ് ചെയ്യണ്ടേ, അങ്ങനെ ആ ഒരു ചടങ്ങായിരുന്നു കേട്ടോ അതാ ഈ കഴിഞ്ഞത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാറിൽ കൊണ്ട് പാക്ക് ചെയ്തൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത്. അതൊരു 1.5 ചടങ്ങ് തന്നെ കേട്ടോ. അതെല്ലാം കൂടെ ഒരുമിച്ച് പാക്ക് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് സമയം എടുക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് നമ്മൾ കാറിലാണ് കൊണ്ടുവെക്കുന്നത്. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ മുക്കിയുമ്പോഴേക്കില്ലേ. അപ്പോൾ ഇന്നത്തെ വർക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിരുന്നു. അപ്പം കുറച്ച് വീഡിയോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, എല്ലാത്തിൻ്റെ ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത്, എനിക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ ആ ഒരു വളർച്ച. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള വിശേഷം. നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ അതുവരെയും ബൈ ബൈ.